സോ നമുക്ക് ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചിട്ട് ഇന്ന് പഠിക്കാം. അപ്പോൾ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു സ്പെഷ്യൽ ഫംഗ്ഷനാണ്, ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള സ്പെഷ്യൽ ഫംഗ്ഷനാണ്. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഫോമുണ്ട്. ആ ഒരു ഫോമിലുള്ളതിന് നമ്മൾ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. അതിലുള്ള സൊല്യൂഷൻ y എന്നുള്ളതാണ് ആക്ച്വലി ബെസൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്ന, അത് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സൊല്യൂഷനെ നമ്മൾ ബെസൽ ഫംഗ്ഷൻ എന്ന് പറയും. ഈ ബെസൽ ഫംഗ്ഷൻ എന്തിനാണ് ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഫിസിക്സിൽ വരുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേവ് മോഷൻ, അതേപോലെ ഹീറ്റ് കണ്ടക്ഷൻ, അതേപോലെ മറ്റുള്ള ഫിസിക്കലായിട്ടുള്ള ഫിനോമിന, സർക്കുലാർ സിമ്മട്രിയുള്ള, സിലിണ്ടറിക്കൽ സിമ്മട്രിക്കുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാവുമല്ലോ, ഫിനോമിനകൾ, അതിലൊക്കെ ഈ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സോൾവ് ചെയ്യാൻ, പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അത് നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിനാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേവ് മോഷൻ, ഹീറ്റ് കണ്ടക്ഷൻ, ഇതിലൊക്കെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം പറയാം. ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ടി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു 0. സോ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഇൻറ്റു വൈ. സോ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു കേസ് എന്ന് പറയുന്നത്, ഇതിവിടെ എൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓർഡറാണ്, ബെസൽ ഫംഗ്ഷൻ്റെ ഓർഡറാണ്, ഓർഡർ ഓഫ് ബെസൽ ഫംഗ്ഷൻ. ഓക്കെ, സോ ഈ എൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കേസസ് വരാം. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റിയൽ ആയിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ നോൺ നെഗറ്റീവ് നമ്പർ ആയിരിക്കും, നോൺ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. സോ എൻ എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് നമ്പർ ആയിരിക്കും, ഒരു റിയൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും നമ്മളത് കൺസിഡർ ചെയ്യുന്നതൊക്കെ. നമ്മൾ മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതൊക്കെ ആ ഒരു കേസിലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസൽ ഫംഗ്ഷൻ്റെ ഓർഡറാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ y എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സൊല്യൂഷൻ. ഈ സൊല്യൂഷനാണ് ബെസൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ബെസൽ ഫംഗ്ഷൻ. സോ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ y എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ബെസൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് രണ്ട് കേസ് പറയാം. ഇവിടെ n പറഞ്ഞല്ലോ, n എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിരിക്കാം, ഒരു പക്ഷേ ഇൻറ്റിജർ ആയിരിക്കാം, അതർവൈസ് ഹാഫ് ഇൻറ്റിജർ ആയിരിക്കാം, ഹാഫ് ഇൻറ്റിജർ ആയിരിക്കാം. രണ്ട് കേസസ് ഉണ്ട് എന്നിന് കേട്ടോ, കേസസ് ആണ്. ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ ഇത് സിലിണ്ട്രിക്കൽ ആയിരിക്കും, സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസോ അല്ലെങ്കിൽ ഹാർമോണിക്സോ ആയിരിക്കും. എന്നാൽ ഹാഫ് ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്ഫെറിക്കൽ ആയിരിക്കും, സ്ഫെറിക്കൽ ആയിട്ടുള്ള ബെസൽ ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ ഫങ്ഷൻസ് രണ്ട് തരത്തിൽ വരുന്നുണ്ട്, സിലിണ്ട്രിക്കൽ ഓർ സ്ഫെറിക്കൽ. അപ്പോൾ ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്നാണ് ഈ ഒരു ബെസൽ ഫംഗ്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അത് സിലിണ്ട്രിക്കൽ ഫംഗ്ഷനാണ്. അപ്പോൾ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ സിലിണ്ട്രിക്കൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്യും. സ്ഫെറിക്കലി സിമ്മട്രിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സ്ഫെറിക്കൽ ബെസൽ ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്ഫെറിക്കൽ ആയിട്ടുള്ള സിസ്റ്റമാണ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ എന്ന് പറയും. അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ നമ്മൾ സ്ഫെറിക്കൽ ബെസൽ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. അവിടെ n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഹാഫ് ഇൻറ്റിജർ ആയിരിക്കും. നേരെ തിരിച്ച് നമ്മൾ സിലിണ്ട്രിക്കൽ ഫംഗ്ഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാപ്ലേസ് ഇക്വേഷൻ പോലുള്ള കേസിലൊക്കെ നമ്മൾ സിലിണ്ട്രിക്കലാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ വാട്ട് ഈസ് n? So n is determined
ഡിറ്റർമൈൻ ദി ഷേപ്പ് ഓഫ് സൊല്യൂഷൻ. സോ n വാരി ചെയ്യുന്നതിനനുസരിച്ച് n വാരി ചെയ്യാന്ന് മീൻസ് അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യുക എന്നാണ് അർത്ഥം. അതായത് ആ ഷേപ്പ് വ്യത്യസ്തതായിരിക്കും. ഓരോ എന്നിനും ഓരോ ഷേപ്പായിരിക്കും ആ സൊല്യൂഷൻ്റെ. അപ്പോൾ നമുക്ക് ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ്റെ ഷേപ്പ് അത് നമ്മൾ ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു സൊല്യൂഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് n ആയിരിക്കും. സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പറയാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരുപാട് ഡെറിവേഷൻസും അപ്ലിക്കേഷൻസും ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നൊരു കാര്യമല്ല. സോ നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും പറഞ്ഞു പോവാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻസ് ഈ ഒരു വീഡിയോയിലില്ല. അത് നമ്മൾ വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യും. സോ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ട ഇൻഫോർമേഷൻസാണ് നമുക്ക് ഈ ഒരു എക്സാമിനൊക്കെ ആവശ്യമുള്ള രൂപത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പറയാം. അപ്പോൾ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു പോയിൻറ്റ്സ് അതിൽ വരുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സെക്ഷനാണ് ജനറേറ്റിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ജനറേറ്റിംഗ് ഫങ്ഷൻ. ഓക്കെ. സോ ജനറേറ്റിംഗ് ഫങ്ഷൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ x/2 z മൈനസ് 1/z ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു -∞ to ∞ jn of x into t raised to n. സോറി, ടി അല്ല, ഇവിടെ z ആട്ടോ വരിക. ഇവിടെ z അല്ലേ, ഇവിടെ ടി ആണെങ്കിൽ അവിടെ ടി വരും, ഇവിടെ z ആണല്ലോ. അപ്പോൾ z raised to n. സോ നമുക്ക് ഈ ഒരു ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ ഇതാണ് ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിതിനെ x² കൊണ്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ത്രൂ ഔട്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫോം എന്ന് പറയുന്നത് d²y/dx² പ്ലസ് 1/x dy/dx പ്ലസ് 1 - n² ഇൻറ്റു y ആയിരിക്കും. ഇത് ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അനദർ ഫോമാണ്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ പല മറ്റുള്ള ആപ്ലിക്കേഷൻസൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് x² കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഇത് കട്ടായി പോവും. ഇവിടെയുള്ള എക്സ് 1/x വരും, ഇവിടെ x² വരുമ്പോൾ 1 വരും, -n²/x² വരും, ഇൻറ്റു y ഈക്വൽ ടു 0. സോ നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ y എന്നുള്ളത് ഒരു സീരീസ് ഫോമിലുള്ള സൊല്യൂഷനാണെന്ന് വിചാരിക്കുക. സോ സിഗ്മ r ഈക്വൽ ടു 0 to ∞ a raised to r x to the power k plus r. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. കാരണം ഇതൊരു സീരീസ് ഓഫ് സൊല്യൂഷനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷനെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഈ y എന്നുള്ളത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻ നമ്മൾ ഇവിടെ പറയുന്നില്ല, ഒരുപാട് ലെങ്തിയാണ്. സോ ഈ ഒരു y എന്ന് പറയുന്നത് ഇതാണ് y അല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ dy/dx ചെയ്യണം. ഓക്കെ, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ k+r ഇൻറ്റു x റൈസ് ടു k+r-1 എന്നുള്ള ടേം വരും. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും ഇതിനെ ഡബിൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അല്ലേ, ഈ ചെയ്ത് കിട്ടിയതിനെ നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡൻറ്റിറ്റി ഇക്വേഷൻ കിട്ടും. നമ്മൾ ആ ഡെറിവേഷന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമുക്ക് കിട്ടുന്ന ഐഡൻറ്റിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
അറിഞ്ഞിരിക്കുക എന്നുള്ളത്. സോ നമുക്ക് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഐഡൻറ്റിറ്റി ഇക്വേഷൻ എന്ന് പറയും. r = 0 to infinity സിഗ്മ കേട്ടോ എ റേസ് ടു അല്ല എ ആർ എന്നാണ്. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, ആറിനനുസരിച്ച് മാറുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. കെ പ്ലസ് ആർ സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ എക്സ് ടു ദി പവർ കെ പ്ലസ് ആർ മൈനസ് 2 പ്ലസ് സിഗ്മ ആർ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ ആർ എക്സ് കെ പ്ലസ് ആർ ഈക്വൽ ടു 0. So this is a identity equation. ഓക്കെ, സോ ഇതിൽ നമുക്ക് 2 കേസ് ഉണ്ട്. ഇവിടെ 2 കേസസ് ഉണ്ട് വരുന്നുണ്ട്. സോ കെ ഈക്വൽ ടു എൻ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു ഇക്വേഷനിൽ കെ ഈക്വൽ ടു എൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജെ എൻ എന്ന് പറയുന്നൊരു ജെ എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ സൊല്യൂഷനാണ്. r = 0 to infinity -1 raised to r into r factorial gamma n plus r plus 1 x/2 power n plus 2r. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ജെ. ഓക്കെ, ജെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറും അതേപോലെ ഈ ഒരു കണ്ടീഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആ ടേംസുകൾ തമ്മിലുള്ള റിലേഷനൊക്കെ കണ്ടുപിടിച്ചിട്ട്, അതൊക്കെ ലെങ്തി പ്രോസസ്സാണ്, നമ്മളിതിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് കിട്ടുന്നതാണ് ജെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലായിട്ട് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ പറഞ്ഞു. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോർമുല. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമ്മളതിനെ ജെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് കേസസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ്. സോ അതിന് 2 സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് ഫസ്റ്റ് കൈൻഡ് സൊല്യൂഷനാണ് ജെ എൻ എന്ന് പറയുന്നത്. അതേപോലെ സെക്കൻഡ് കൈൻഡ് സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ വേറെ കണ്ടീഷൻ കൊടുക്കുമ്പോൾ സെക്കൻഡ് കൈൻഡ് ഓഫ് കിട്ടും. അതിനെ നമ്മൾ ന്യൂമാൻ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അത് നമ്മളിവിടെ പറയുന്നില്ല. സോ നമുക്ക് ജെ എൻ എഴുതാം. ജെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ജെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ r = 0 to infinity -1 raised to r factorial gamma n plus r plus 1 x/2 പവർ n plus 2. ഇതാണ് ജെ എന്നിൻ്റെ ഫോമാറ്റ്. അപ്പം ഇത് ജെ എന്ന് കിട്ടുന്നത് കെ ഈക്വൽ ടു എൻ എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ദിസ് ഈസ് ഫസ്റ്റ് കൈൻഡ് സൊല്യൂഷനാണ്. ഓക്കെ, സോ ഇവിടെ ഒരു ഗാമ എന്നുള്ളൊരു ടേം ഉണ്ടല്ലേ, ഇതെന്താണെന്ന് അറിയോ? ഈ ഗാമ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അപ്പോൾ ഗാമ ഓഫ് എൻ, ഒരു എന്നിൻ്റെ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് n-1 ഫാക്ടോറിയലാണ്. n ഫാക്ടോറിയൽ അല്ല, എന്നിൽ നിന്ന് 1 കുറഞ്ഞതിൻ്റെ ഫാക്ടോറിയലാണ്. സോ നമുക്ക് ഗാമ ഓഫ് n+1 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? ഇവിടെ n+1 വന്നു അല്ലേ എന്നിൻ്റെ പകരം. അപ്പോൾ n+1, ഇവിടെ -1 എന്തായാലും ചെയ്യണം, -1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ. അപ്പോൾ എന്താണോ ഉള്ളത് അതിൽ നിന്ന് +1 എന്ന രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 കുറഞ്ഞ ഫാക്ടോറിയലാണ്. സോ നമുക്കിവിടെ എങ്ങനെ എഴുതാം? ഗാമ ഓഫ് n+r+1 അല്ലേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+r+1 -1 ഫാക്ടോറിയലിന് ഈക്വലാണ്. അതായത് n+r ഫാക്ടോറിയൽ. അപ്പോൾ ഗാമ ഓഫ് n+r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+r ഫാക്ടോറിയലാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 2 × 3 അങ്ങനെ n വരെയുള്ള മൾട്ടിപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗാമ ഒരു ഫംഗ്ഷനായിട്ട് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പറഞ്ഞു n ഫാക്ടോറിയൽ അല്ലേ. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗാമ ഓഫ് n+1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഗാമ ഓഫ് n എന്തായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ?
ഗാമ ഓഫ് എൻ ആണെങ്കിൽ ഗാമ ഓഫ് എൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ മൈനസ് ഒന്ന് കുറഞ്ഞതാണല്ലേ, എൻ മൈനസ് 1 ഫാക്ടോറിയൽ ആയിരിക്കും. ഓക്കെ, അതേപോലെ നമുക്ക് എൻ ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം, എൻ ഇൻറ്റു ഗാമ എൻ എഴുതാം. അതെങ്ങനെ എഴുതാം നമ്മൾ ചെയ്ത് നോക്കൂ. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻ. ഗാമ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൽ നിന്ന് ഒന്ന് കുറഞ്ഞ ഫാക്ടോറിയൽ അല്ലേ, എൻ മൈനസ് 1 ഫാക്ടോറിയൽ അല്ലേ, എൻ മൈനസ് ഫാക്ടോറിയൽ. സോ നോക്കൂ, എൻ മൈനസ് 1 എന്ന ടേം വരെയുണ്ട് അല്ലേ, അതിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരെയുണ്ട്. ഇൻറ്റു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്, എൻ ഫാക്ടോറിയൽ തന്നെയാണ്. സോ നമുക്കതിനെ എൻ ഗാമ എൻ എന്നെഴുതാം, എൻ ഫാക്ടോറിയലിനെ. ഓക്കെ, സോ നമുക്ക് ജെ എന്നിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ജെ എന്നിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ജെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കൂ, എൻ ഒരു ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ ജെ എൻ ആണ്. ഇനി എൻ ഒരു നോൺ ഇൻറ്റിജർ, അതായത് എൻ എന്ന് പറഞ്ഞ നെഗറ്റീവ് റേഞ്ചൊക്കെ വരുന്നു, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജെ മൈനസ് എന്നും ഉണ്ടാകാം. അപ്പോൾ ഈ ജെ മൈനസ് എന്നും ജെ എന്നും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമുക്ക് എഴുതാം, അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ ജെ എൻ എന്ന് പറയുന്നത് ജെ എൻ ഓഫ് എക്സ് ഫംഗ്ഷനാണ്, എക്സിൻ്റെ ഫംഗ്ഷനായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, -1 n ജെ എൻ ഓഫ് എക്സ് എന്നെഴുതാം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോ നമ്മൾ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ജെ ഇവിടെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ജെ എൻ ആണ്, സോ അത് തെറ്റാണ്, മൈനസ് എൻ ആണ് കേട്ടോ. ജെ എൻ ഒരിക്കലും ജെ എന്നിന് ഈക്വലാണെന്ന് ഇങ്ങനെ എഴുതണ്ടല്ലോ, അപ്പോൾ ജെ മൈനസ് എൻ ആണ് ഉദ്ദേശിക്കുന്നത്. ജെ മൈനസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് -1 n ഓഫ് ജെ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജെ എൻ ഓഫ് എക്സും ജെ മൈനസ് എന്നും എങ്ങനെ കണക്ട് ചെയ്യുന്നു, ഈ ഒരു ടേം വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പറയാം, ജെ ഹാഫ് അല്ലേ. ജെ 1/2 എന്ന് പറയുന്നത് √2/πx sin x ആണ്. ജെ ഹാഫ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ഓഡ് ടേംസിൻ്റെ എക്സ്പാൻഷനാണ് വരിക അല്ലേ, ആണ് അത്. അത് വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് ഫങ്ഷൻ ആണല്ലോ അല്ലേ. കോസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫങ്ഷനാണ്, അതായത് കോസിൻ്റെ എക്സിൽ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ കോസ് എക്സും രണ്ടും ഈക്വലാണ്. അതാണ് ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എക്സിന് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ വ്യത്യാസമൊന്നും വരില്ല. എന്നാൽ സൈൻ എന്ന് പറയുന്ന ഓഡ് ഫംഗ്ഷനാണ്, മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം വരും അല്ലേ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മൈനസ് എന്നുള്ളത് സൈനിനോടാണ് കമ്പയറേഷൻ, അങ്ങനെയല്ല വരുന്നത്, എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ന് മനസ്സിലാക്കുക, ഓർത്തിരിക്കാൻ ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ജെ ഹാഫ് എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ആണ്, അത് നെഗറ്റീവ് ആണെങ്കിൽ കോസ് എക്സ് ആണ്. ഓക്കെ, ഇനി കോസ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ജെ ഓഫ് എന്ന് പറയുന്ന ഈ പോളിനോമിയൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈവൻ പവേഴ്സിൻ്റെ സമ്മേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതിൻ്റെ അർത്ഥം, അതായത് ജെ നോട്ട്, ഇതിനൊക്കെ നമ്മൾ ജെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ജെ ഓഫ് എൻ എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ. ഇതിൽ ഓരോ ഓർഡർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് n=0 ഓർഡർ ആണെങ്കിൽ ഒരു ജെ അതിനൊരു വാല്യൂ ഉണ്ടാവും അല്ലേ. അതേപോലെ ഈവൻ ആണെങ്കിൽ ഈവൻ എന്ന് പറയുമ്പോൾ 2, 4 അങ്ങനെയുള്ള ഇതിനൊക്കെ വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ച് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ് എക്സിന് എക്സ്പാൻഷന് അതേ ഈക്വൽ ആയിട്ട് കിട്ടും. അതേപോലെ സൈൻ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഓഡ് ടേംസിൻ്റെ സമ്മേഷനായിട്ട് നമുക്ക് എഴുതാം. ഒരു 2 ഉണ്ട് കേട്ടോ, അപ്പോൾ 2 × J1 ഓഫ് എക്സ് മൈനസ് ആൾട്ടർനേറ്റീവായിട്ട് മൈനസും പോസിറ്റീവും ആയിട്ട് വരും. ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. സോ 2 × J1 ഓഫ് എക്സ് മൈനസ് 2 × J3 ഓഫ് എക്സ് പ്ലസ് 2 × J5 ഓഫ് എക്സ് അങ്ങനെ പോകും. ഓക്കെ, ഇനി നമ്മൾ റെക്കറൻസ് റിലേഷൻസ് ആണ് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ. അപ്പോൾ നമ്മൾ MSc ആണെങ്കിലും ഈ വക പോയിൻറ്റ്സൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ട്
ക്വസ്റ്റ്യൻ ചോദിക്കാം. എസ്സേ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാൻ ഇത് പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കും. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൊക്കെ ചോദിക്കാം. പിന്നെ എസ്സേ ടൈപ്പിൽ റെക്കറൻസ് റിലേഷൻ മാത്രമാണെങ്കിൽ ചോദിക്കാം. അതിൽ ഒരുപാട് റെക്കറൻസ് റിലേഷൻസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു എക്സാം നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡെറിവേഷനൊന്നും അധികം വേണ്ട. നമുക്കതിൻ്റെ എങ്ങനെ ചെയ്യാമെന്നുള്ള അറിയണം. അതായത് ഇത് പ്രൂവ് ചെയ്യുക അങ്ങനെ ചോദിക്കില്ലല്ലോ. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ നമ്മൾ ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഫുള്ള് ചെയ്ത് വെക്കാനുള്ള ടൈം ഉണ്ടാവില്ല. സോ നമുക്ക് ഈ ഡാറ്റ കഴിയുന്നതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനൊക്കെ ഒരുപാട് ലെങ്തിയാണ്. ഇതിൽ ഡെറിവേഷൻ പറയുന്നില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോവാം. ഓക്കെ, ഇനി റെക്കറൻസ് റിലേഷൻസ്, ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റെക്കറൻസ് റിലേഷൻസ് പറയാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ജെ എൻ ഡാഷ് ഈക്വൽ ടു എൻ ഇൻറ്റു ജെ എൻ മൈനസ് ഓഫ് എക്സ് ഇൻറ്റു ജെ എൻ പ്ലസ് 1. എന്തെങ്കിലും എറർ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ആയിട്ടോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ അറിയിക്കാം കേട്ടോ. എന്തെങ്കിലും എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ജെ എൻ ഡാഷ് ഈക്വൽ ടു മൈനസ് എൻ ജെ എൻ പ്ലസ് എക്സ് ഇൻറ്റു ജെ എൻ മൈനസ് 1. മൂന്നാമത്തെ റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു ജെ എൻ ഡാഷ് ആണ്. അതെന്തിന് ഈക്വലാണ്? ജെ എൻ മൈനസ് 1ൻ്റെയും മൈനസ് ജെ എൻ പ്ലസ് 1ൻ്റെയും കോമ്പിനേഷനാണ്. നാലാമത്തെ റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് 2n ജെ എൻ എന്നുള്ള ടേമാണ്. ഒരു ഡാഷില്ല, എൻ എന്നുള്ള അഡീഷണൽ ടേം അല്ല. എക്സ് ഇൻറ്റു എക്സ് ഉണ്ട് ജെ എൻ മൈനസ് 1 പ്ലസ് ജെ എൻ പ്ലസ് 1 ആണ്. അഞ്ചാമത്തെ റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ടു ദി പവർ എൻ ജെ എൻ എന്തിന് ഈക്വലാണ്? എക്സ് ടു ദി പവർ എൻ ഇൻറ്റു ജെ എൻ മൈനസ് 1ന് ഈക്വലാണ്. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് ഒന്നും കൂടി പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് ഇത് പറയാം. ഓക്കെ, അഞ്ചാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ടു ദി പവർ മൈനസ് എൻ ഇൻറ്റു ജെ എൻ ഈക്വൽ ടു മൈനസ് എക്സ് ടു ദി പവർ മൈനസ് എൻ ജെ എൻ പ്ലസ് 1 ആണ്. ആറാമത്തെ റെക്കറൻസ് റിലേഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ടു ദി പവർ എൻ ജെ എൻ എന്ന് പറയുന്നത് എക്സ് ടു ദി പവർ എൻ ജെ എൻ മൈനസ് 1ന് ഈക്വലാണ്. ഏഴാമത്തെ റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് ജെ 2 ഡാഷ്, ജസ്റ്റ് റിസൾട്ടായിട്ട് ഓർത്തിരുന്നാൽ മതി. ജെ 2 ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ ജെ 1 ഓഫ് എക്സ് പ്ലസ് 2 ബൈ എക്സ് ഓഫ് ജെ നോട്ട് ഓഫ് എക്സ്. സോ ഈ ജെ എന്ന് പറയുന്നത് എന്താണ്? ബെസൽ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് കൈൻഡാണ്. ഓക്കെ, സോ നമുക്ക് റെക്കറൻസ് റിലേഷൻസ് ഒന്നും കൂടി പഠിക്കാം. ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് റെക്കറൻസ് റിലേഷൻസ് എങ്ങനെ ഓർത്തിരിക്കാം? നോക്കൂ, എക്സ് ഇൻറ്റു ജെ എൻ ഡാഷ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എൻ ഡാഷിൻ്റെ ടേമിന് ഈക്വൽ ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ എൻ എഴുതുന്നു, ജെ എൻ മാത്രം എഴുതുന്നു, പിന്നെ മൈനസ് ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ എക്സ് എഴുതുന്നു, ഇതിനോട് 1 ആഡ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്നു. അതിൻ്റെ രണ്ടിന് നടുക്ക് എന്താണ്? മൈനസ് ആണ്. സോ ഒന്നുകൂടി പറയാം, ഫസ്റ്റ് റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻറ്റു ജെ എൻ ഡാഷ്, ഡെറിവേറ്റീവ് ആണ് വരുന്നത്. ഓക്കെ, എക്സ് ഇൻറ്റു ജെ എൻ ഡാഷ് ഈക്വൽ ടു നമ്മൾ ഫസ്റ്റ് എൻ എഴുതുന്നു, പിന്നെ ഈ ഡെറിവേറ്റീവ് ഇല്ലാത്ത ജെ എൻ എഴുതുന്നു, പിന്നെ നമ്മൾ മൈനസ് എഴുതുന്നു, ദെൻ നമ്മൾ എക്സ് എഴുതുന്നു, പിന്നെ നമ്മൾ ജെ എന്നിനോട് 1 കൂട്ടിയിട്ട് എഴുതുന്നു. ക്ലിയർ ആയോ? രണ്ടാമത്തെ റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക.
ഇപ്പോൾ രണ്ടാമത്തതെന്ന് പറയുമ്പോൾ നോക്കുക, ഇവിടെ എക്സ് തന്നെ വന്നു അല്ലേ, ഈ രണ്ട് ടേം സെയിം അല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ കൺഫ്യൂഷനില്ലേ, രണ്ടാമത്തെ റെക്കറൻസ് റിലേഷൻ നമ്മൾ എഴുതുമ്പോൾ അത് അതുപോലെ എടുത്തെഴുതുന്നു അല്ലേ. എന്നിട്ട് എന്താ വ്യത്യാസം വരുന്നതെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ മൈൻഡിൽ ഇത് നിൽക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തതാണ് എഴുതുന്നതല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തത് വെറുതെ ഒരു മൈനസ് കൊടുക്കുന്നു, എന്നിട്ട് n × jn അതുപോലെ തന്നെ എഴുതുന്നു അല്ലേ. പ്ലസ് എക്സ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ മൈനസ് വന്നു, ഇവിടെ പ്ലസ് ആയിരുന്നു, അത് നേരെ തിരിച്ചു രണ്ടാമത്തെ റെക്കറൻസ് റിലേഷനിൽ ഇതേ ടേം തന്നെ വരുന്നു. ഇവിടെ നോക്കൂ, ഇത് മൈനസ് ഇങ്ങോട്ട് പോയി അല്ലേ, ഇവിടെ പ്ലസ് ഇങ്ങോട്ട് പോയി, എന്നിട്ട് jx. അപ്പോൾ ഇത് മാറിയല്ലോ, ഇങ്ങനെ മാറിയതുകൊണ്ട് ഈ ടേമല്ല വരുന്നത്, പകരം n-1 എന്നുള്ള ടേമാണ് വരുന്നത്. കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ റെക്കറൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ എക്സ് × jn' തന്നെയാണ് വരുന്നത്, പക്ഷേ വ്യത്യാസം വന്നു. ഇവിടെ വന്നപ്പോൾ ഈ രണ്ട് ടേംസ് അല്ലേ, ഇങ്ങോട്ടും ഇങ്ങോട്ടും മൈനസ്, ഇത് മൈനസ് ആയിരുന്നു ഈ ഒരു ടേം, അതിന് പകരം ഈ ഒരു ടേം എന്ത് ചെയ്തു, ഫസ്റ്റത്തെ ടേം നെഗറ്റീവായി, സെക്കൻഡ് ടേം പോസിറ്റീവായി. പിന്നെ വന്ന ഡിഫറൻസ്, ഫസ്റ്റത്തത് n+1 ആയിരുന്നു അല്ലേ, ഇവിടെ മൈനസ് ആയിരുന്നു അല്ലേ, പക്ഷേ ഇവിടെ പോസിറ്റീവായത് ഇത് നേരെ ഓപ്പോസിറ്റാണ്, n-1 ആണ് വരുന്നത്. ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ ഇവിടെ പോസിറ്റീവ് n+1 വന്നു, ഇവിടെ പോസിറ്റീവ് വന്നപ്പോൾ ഇവിടെ n-1 വന്നു. കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. മൂന്നാമത്തെ റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, 2jn'. ഓക്കെ, ഇതൊക്കെ എക്സ് ഉണ്ട് കേട്ടോ, എക്സ് പ്രത്യേകം എഴുതണമെന്നില്ല, അവിടെയൊക്കെ എക്സ് ഉണ്ട്, ഇവിടെയൊക്കെ എക്സ് ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ 2 × jn' ആണ് വരുന്നത്. നമ്മൾ മൂന്നാമത്തെ റെക്കറൻസ് റിലേഷനാണ് എഴുതുന്നത്. നോക്കൂ, 1, 2 ഏകദേശം ഈ ടേം ഈക്വൽ അല്ലേ, അപ്പോൾ നമ്മൾ മൂന്നാമത്തേലാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ റെക്കറൻസ് റിലേഷനിൽ എന്ത് ഡിഫറൻസ് വന്നു, ഒരു 2 അധികം വന്നു. പിന്നെന്താണ്, n-1ൻ്റെയും n+1ൻ്റെയും ഡിഫറൻസ് ആണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഇതിൻ്റെയൊക്കെ പ്രൂഫുണ്ട്, പ്രൂഫ് ലെങ്തിയാണ്, പ്രൂഫ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, ഇതിൽ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രം പറയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്നതിൽ ചിലപ്പം പ്രൂഫ്സൊക്കെ വരും. ഓക്കെ, നമ്മൾ നോക്കൂ, ഇത് മൂന്നാമത്തെ റെക്കറൻസ് റിലേഷനിൽ നമ്മൾ അഡീഷണൽ ടേം ആയിട്ട് 2 വരുന്നുണ്ടെന്ന് പറഞ്ഞു. jn' തന്നെയാണല്ലേ, jn അല്ല, jn' തന്നെയാണ്. n-1ൻ്റെയും n+1ൻ്റെയും ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ. ഇനി നാലാമത്തിൽ നമ്മൾ ഇത് തന്നെ എടുത്തെഴുതുക, ബട്ട് ഒരു n കൂടി എഴുതുന്നു. ഇവിടെ ഡാഷ് ഉണ്ടോ, ഇല്ല, അതെന്തിന് ഈക്വലാണ്, ജസ്റ്റ് ഒരു എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് n-1ൻ്റെയും n+ൻ്റെയും സമ്മേഷനായിട്ട് എഴുതുന്നു. മൂന്നാമത്തെ റെക്കറൻസ് റിലേഷനിൽ n-1 jn-1ഉം jn+1ൻ്റെയും ഡിഫറൻസായി എഴുതിയതായത് ചെയ്യുന്നത് അല്ലേ. നാലാമത്തേലാണെങ്കിൽ എന്താണ് ഡിഫറൻസ് അല്ല, അതിൻ്റെ സമ്മേഷനാണ്, പകരം ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിൻ്റെ ഈ ഒരു ടേമിൽ 2ൻ്റെ പകരം n വന്നു, ഇവിടെ ഡാഷ് പോയി എന്ന് ഓർത്തിരിക്കും. സോ നാലാമത്തെ റെഫറൻസ് റിലേഷൻ ഒന്ന് എഴുതി നോക്കൂ, കാണാതെ ഒന്ന് എഴുതി നോക്കൂ. 2n/jn ഈക്വൽ ടു ഒരു എക്സ് അഡീഷണൽ ആയിട്ട് വന്നു. jn-1ൻ്റെയും jn+1ൻ്റെയും സമ്മേഷനാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ആറാമത്തതും എന്തിൻ്റെ ഡിഫറൻഷ്യൽ ആയിട്ടാണ് വരുന്നത്? റെക്കറൻസ് റിലേഷൻ എക്സും jnഉം. ഇവിടെ ഒരു -n കൊടുക്കുക. സോ ഇവിടെ ഒരു -n ആയതുകൊണ്ട് ഇവിടെ മൈനസ് കൊടുക്കുക, എക്സ് എഴുതുക, എക്സിൻ്റെ മുകളിലുള്ള പവർ അല്ലേ, -x⁻⁻n. ഈ ടേം തന്നെ അതുപോലെ വന്നു, എക്സ്ട്രാ ഒരു മൈനസ് വന്നു. jn തന്നെ വന്നില്ല, പകരം jn+1. ഇവിടെ മൈനസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വന്നു, -n-ൻ്റെ ഇതാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ പക്ഷേ ഇവിടെ jn+1 ആണ് വന്നിട്ടുള്ളത്. അതിനെ കണക്ട് ചെയ്ത് തന്നെ നമുക്ക് 6th റെക്കറൻസ് റിലേഷൻ പഠിക്കാം. എങ്ങനെയാണ്? d/dx ഓഫ് x⁻n(jn) അല്ലേ. ഇവിടെ -1, ഇവിടെ മൈനസ് ഇല്ലാതെ ജസ്റ്റ് എഴുതി, എക്സിനൊക്കെ പോസിറ്റീവാണ്. ബട്ട് ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ x⁻n jn വന്നു കഴിഞ്ഞാൽ jn-1ൻ്റെ ടേമും x-n വന്നു കഴിഞ്ഞാൽ jn+1ൻ്റെ ടേമുമാണ്. ഇവിടെയും പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവായി, ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് x⁻. അപ്പോൾ നമുക്ക് 5ഉം 6ഉം റെക്കറൻസ് റിലേഷൻ ഒന്ന് ബുക്ക് എടുത്ത് എഴുതി വെക്കും കാണാതെ. 5 എന്തായിരുന്നു? ഡിഫറൻഷ്യൽ ആണല്ലേ, d/dx ആണ് വന്നിട്ടുള്ളത് അല്ലേ. x⁻- ആയിരുന്നു ഫസ്റ്റ്, -n jn ആണല്ലേ, ഈക്വൽ ടു അല്ലേ.
അപ്പോൾ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു. x⁻n അതുപോലെ എഴുതി. ജെ പ്ലസ് ആണ് വരിക, jn പ്ലസ്. ഇനി ഡിഫറൻഷ്യൽ ഓഫ് dx ഓഫ് x⁻n jn ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, x⁻n അതുപോലെ എഴുതി jn - 1 വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഏഴാമത്തെ റെക്കറൻസ് റിലേഷൻ. ഓക്കെ, ഇതെങ്ങനെ പഠിക്കും? ഇതൊരു റിസൾട്ടാണ്. സോ J2' ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രൂഫൊക്കെ പഠിച്ചു പോകുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. എല്ലാത്തിൻ്റെയും പ്രൂഫൊന്നും നമുക്ക് ഓർമ്മയിലിരിക്കില്ല. നമുക്കിതിൻ്റെ ഈ റെക്കറൻസ് റിലേഷൻ മാത്രം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ചില പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ കഴിയും അല്ലേ, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ J2' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ J1ൻ്റെയും J0 അല്ലേ, J0 അല്ലേ, J1 J0 ഇതിൻ്റെയും കോമ്പിനേഷനാണ്. J2 അല്ലേ, അപ്പോൾ അതല്ലാത്ത അതിൻ്റെ മുമ്പുള്ള ടേം J1 J0 ഫസ്റ്റ് എഴുതാം. അപ്പോൾ x അല്ലേ, നമ്മളിവിടെ 2/x എഴുതുന്നു പ്ലസ്. ഇനി ഇവിടെ 1 - 4/x² ആണെന്ന് ഓർത്തിരിക്കുക. ഒന്നും കൂടി പറയുന്നു, J2' ആണ് നമ്മൾ എഴുതുന്നത്. J1ൻ്റെയും J0ൻ്റെയും സമ്മേഷനാണ്. എക്സ് ഇവിടെ ഉണ്ട്, അപ്പോൾ 2/x ഓഫ് J0 ആണ് എഴുതുന്നത്. ഇവിടെ 1 - 4/x² ആണ്, J1 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൽ 2 എഴുതി. സെക്കൻഡ് ടേമിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, J1 ഓഫ് x മൈനസ് എഴുതിക്കൂടെ, 4 × x² J1 പ്ലസ് 2/x × J0 ഓഫ് x എന്ന് എഴുതിക്കൂടെ. ഇവിടെ 2 വന്നു, ഇവിടെ എന്ത് വന്നു, സെക്കൻഡ് ടേം J1ൻ്റെ ടേമിൽ 2ൻ്റെ ഡബിൾ x 4 വന്നു. ഇതിൻ്റെ സ്ക്വയർ അല്ല, എക്സിൻ്റെ സ്ക്വയർ വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ J1 ഓഫ് x എന്നുള്ള ടേം ഒന്നും കൂടി വന്നു. അപ്പോൾ ഇത് കണക്ട് ചെയ്യാം. J2' ഓഫ് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു J1ൻ്റെ ടേം മാത്രമുണ്ട്, പിന്നെ മൈനസ് ആണ്. ഇവിടെ പ്ലസ് വന്നു, ഇവിടെ മൈനസ്, ഫസ്റ്റ് മൈനസ് ആണ്. അപ്പോൾ ഇവിടെ 2/x വന്നെങ്കിൽ ഇവിടെ എന്താണ്, 4/x² ആണ്. J1 ആണ്, ഇവിടെ J0. ഓക്കെ, ഇത്രയും റെക്കറൻസ് റിലേഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി പറയാം. ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 1 x of Jn of alpha x into Jn of beta x dx equal to 0. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് റൂട്ട്സ് ആണ്, Jn of xൻ്റെ റൂട്ട്സ് ആണ്. സോ ഓർത്തോഗണാലിറ്റി നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഇക്വേഷനാണ്. 0 to 1 ആണ് ഇതിൻ്റെ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത്. x ഇൻറ്റു Jn ആൽഫ x ഇൻറ്റു Jn ബീറ്റ ഓഫ് x എന്ന് പറയുന്നത് 0 ആണ്. ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഒന്നും കൂടി പറയാം. ജനറേറ്റിംഗ് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പോണൻഷ്യലിൻ്റെ ടേമിൽ നമ്മൾ എഴുതുന്നു x/2 z മൈനസ് 1/z. അത് നമ്മൾ z⁻n കോഎഫിഷ്യൻ്റ് ആയിട്ട് Jn എഴുതുന്നു, സമ്മേഷൻ ഓവർ അല്ലേ. അപ്പോൾ ഇവിടെ n = 0 to ∞, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി Jn ആണ് വരുന്നത്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊരു എക്സാമിനായി കഴിഞ്ഞാലും ഇത്രയും കാര്യം ജനറലായിട്ട് അറിഞ്ഞിരിക്കണം. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പഠിച്ചു വരാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള പോയിൻറ്റ്സും അതേപോലെ പ്രോബ്ലംസും ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.